ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിലായിരുന്നു ബഷീർ ജനിച്ചത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബഷീർ മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നും ഒളിച്ചോടിയിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? ഉത്തരം വയലാലിൽ വീട്ടിൽ. 1962-ൽ. 1958-ൽ വിവാഹം കഴിഞ്ഞ ബഷീർ 1962-ൽ ബേപ്പൂരിലെ വയലാലിൽ വീട്ടിലേക്ക് താമസം മാറ്റുകയുണ്ടായി. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? ഉത്തരം 1942-ൽ പുറത്തിറങ്ങിയ പ്രേമലേഖനം. 1942-ൽ പുറത്തിറങ്ങിയ പ്രേമലേഖനമായിരുന്നു ബഷീറിന്റെ ആദ്യത്തെ കൃതി. എന്നാൽ ആദ്യത്തെ കഥയാണ് തങ്കം. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം E.M. അഷറഫ്. E.M. അഷറഫ് ആണ് ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന കൃതി രചിച്ചത്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിന്റെ നായക വേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? ഉത്തരം മധു. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് മധു ആയിരുന്നു. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരായിരുന്നു? ഉത്തരം KPAC ലളിത. KPAC ലളിതയായിരുന്നു മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത്. അനുഗ്രഹീതനായ ബഷീർ ആരുടെ രചനയാണ്? ഉത്തരം തരകൻ KM. തരകൻ KMന്റെ രചനയാണ് അനുഗ്രഹീതനായ ബഷീർ. ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? ഉത്തരം അനർഘ നിമിഷം. ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥയാണ് അനർഘ നിമിഷം. നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഉത്തരം ഭാർഗവീ നിലയം. ഭാർഗവീ നിലയമാണ് നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം. P. ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. P. ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിന്റെ നോവലാണ് ബാല്യകാല സഖി. ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? ഉത്തരം കഥാബീജം. ബഷീർ എഴുതിയ ഏക നാടകമാണ് കഥാബീജം. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ള മരമാണ് മാംഗോസ്റ്റീൻ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം ചെവിയോർക്കുക അന്തിമകാഹളം. ബഷീർ ചെയ്ത പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചെവിയോർക്കുക അന്തിമകാഹളം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് അവാർഡ് ബഷീറിന് ലഭിച്ച വർഷം? ഉത്തരം 1970. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് അവാർഡ് ബഷീറിന് 1970-ലാണ് ലഭിച്ചത്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. എല്ലാ ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിന്റെ കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ. അങ്ങനെ അപാരത തൻ തീരത്തിരുന്ന നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ. എന്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത്. ആരാണ് ആ കവി? ഉത്തരം ONV കുറുപ്പ്. ONV കുറുപ്പിന്റെ എന്റെ ബഷീർ എന്ന കവിതയിലെ വരികളാണ്
അങ്ങനെ അപാരത തൻ തീരത്തിരുന്ന ആത്മനൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരി ആരാണ്? ഉത്തരം ഫാത്തിമ. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരിയാണ് ഫാത്തിമ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം ബാല്യകാല സഖി. ബഷീറിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ബാല്യകാല സഖി. ശ്രീ M.K. സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം ഏകാന്ത വീഥിയിലെ അവധൂതൻ. M.K. സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്നാണ്. "ന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നോ" പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. "ന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു" എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് 1951-ലാണ്. ശബ്ദങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1947. ശബ്ദങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് 1947-ലാണ്. ബഷീർ കഥാബീജം എന്ന നാടകത്തിന്റെ തിരക്കഥ എഴുതിയ വർഷം? ഉത്തരം 1945. 1945-ലാണ് ബഷീർ കഥാബീജം എന്ന നാടകത്തിന്റെ തിരക്കഥ എഴുതിയത്. മരണത്തിന്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1951. 1951-ലായിരുന്നു മരണത്തിന്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1968. 1968-ലാണ് മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. ശിങ്കരമുങ്കൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1991. ശിങ്കരമുങ്കൻ എന്ന ചെറുകഥ 1991-ലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെയും കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമാണ് ഇത്. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം റൊണാൾഡ് ഇ ആഷർ. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമായിരുന്നു. റൊണാൾഡ് ഇ ആഷർ ആയിരുന്നു ഈ പുസ്തകം രചിച്ചത്. പ്രേമലേഖനത്തിലെ കേശവൻ നായരും സാറാമ്മയും തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ പേരിടാൻ നിശ്ചയിക്കുന്നു. ഡങ്ക ഡിങ്ക ഹോ, ചെപ്ലോസ്കി, ചെമ്മീൻ കണ്ണൻ, കുൾട്ടപ്പൻ ഈ പേരുകൾ എഴുതി നെറുക്കിട്ടു. നെറുക്കിൽ അവർക്ക് കിട്ടിയ പേരുകൾ ചേർത്ത് അവർ ഒരു സ്റ്റൈലൻ പേരും ഇട്ടു. കേശവൻ നായർക്ക് കിട്ടിയ നെറുക്കിൽ എഴുതിയ പേര് എന്തായിരുന്നു? ഉത്തരം മിഠായി. നോബൽ സമ്മാനം നേടിയ മഹ്ഫൂസ്, ടോണി മോറിസൺ ഇവരേക്കാൾ എത്രയോ മടങ്ങ് മഹത്വമുള്ള കലാകാരനാണ് ബഷീർ. കൊച്ചു കേരളത്തിൽ ജനിച്ചു പോയതുകൊണ്ട് അദ്ദേഹം സ്വീഡിഷ് അക്കാദമിയിൽ എത്തിയില്ല എന്നേയുള്ളൂ. ബഷീറിനെ കുറിച്ചുള്ള ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം M. കൃഷ്ണൻ നായർ. ബഷീറിന്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ കൃതികൾ? ഉത്തരം പാത്തുമ്മയുടെ ആട്, ന്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു, ബാല്യകാല സഖി. ബഷീറിന്റെ ചിത്രം പതിപ്പിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിന കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എപ്പോഴാണ്? ഉത്തരം 2009 ജനുവരി 1. പോക്കറ്റടിച്ച പേഴ്സ് തിരിച്ചു നൽകാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യന്റെ പേര് ദൈവം എന്നായിരുന്നു. ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരന്റെ കഥ പറയുന്ന ആ കൃതി ഏതാണ്? ഉത്തരം ഒരു മനുഷ്യൻ. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ?
ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്താണ്? ഉത്തരം കടുവാക്കുഴി.